ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിന്റെ വിശ്വാസം പിടിച്ചുപറ്റാനായി വിജയ് ശങ്കർ രുക്കുവിനെ തിരിച്ച് ചന്ദ്രകാന്തത്തിൽ നിന്നും അമ്പാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. തന്റെ അച്ഛൻ കാരണമാണ് രുക്കു ആന്റെ അമ്പാട്ട് വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നതെന്നറിഞ്ഞ് ചിന്നു വിജയ് ശങ്കറിനെ വിളിച്ച് നന്ദി പറയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കുന്നുണ്ട്. ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളുടെ ആഗ്രഹം അച്ഛൻ സാധിച്ചു തന്നു, അതുപോലെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നീയും അതുപോലെയൊക്കെ ചെയ്തു തരണമെന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ ചെയ്തു തരും അച്ഛാ, അതെന്റെ കടമയല്ലേ എന്നൊക്കെ ചിന്നു വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്. അങ്ങനെ വിജയ് ശങ്കർ വിളിച്ച് ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. അവിടെ എത്തുന്ന ചിന്നു ആദ്യം കാണുന്നത് ആര്യയാണ്. ചിന്നു വളരെ സന്തോഷത്തോടെയാണ് അങ്ങോട്ടേക്ക് വന്നതെങ്കിലും ആര്യയെ കാണുന്നതും ചിന്നുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് ആര്യയും വളരെ ദേഷ്യത്തോടെ ചിന്നുവിനോട് പെരുമാറുകയാണ്. അങ്ങനെ അപ്പോഴേക്കും വിജയ് ശങ്കർ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് ചിന്നുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം ചിന്നുവും വിജയ് ശങ്കറും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് പറയുന്നുണ്ട്, 18 തികയുന്നവരെ ഇവളുടെ അമ്മയ്ക്കായിരുന്നല്ലോ ഇവളുടെ അധികാരം, ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ, അമ്മ പറയുന്നിടത്ത് നിൽക്കുന്ന മോളല്ല എന്റെ മോളെന്ന്. ചിന്നു ഞാൻ വിളിച്ചപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വന്നതിൽ അർച്ചനയ്ക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിജയ് ശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ അർച്ചനയെ വിളിക്കുന്നുണ്ട്. ചിന്നുവിനെ കരുവാക്കിക്കൊണ്ടാണ് വിജയ് ശങ്കർ അർച്ചനയെ ഇനി തോൽപ്പിക്കാനായി ശ്രമിക്കുന്നത്. അങ്ങനെ ഫോണിൽ വിളിച്ച് അർച്ചനയോട് പറയുന്നുണ്ട്, കോടതി വിധി അനുസരിച്ചില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ കോടതി അലക്ഷ്യ ഹർജി ഞാൻ ഫയൽ ചെയ്യും, അതുകൊണ്ട് ചിന്നുവിനെ എനിക്ക് വിട്ടു തരണമെന്നൊക്കെ വിജയ് ശങ്കർ അർച്ചനയെ വെല്ലുവിളിക്കുകയാണ്. എന്നാൽ വിജയ് ശങ്കറിന് ഇതിനെല്ലാം തക്ക മറുപടി കൊടുത്തുകൊണ്ട് തന്നെ അർച്ചന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ചിന്നുവിന്റെ കാര്യവും ആലോചിച്ചുകൊണ്ട് അങ്ങനെ ടെൻഷനായി നിൽക്കുകയാണ് അർച്ചന. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.